മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലരും കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ കേരളത്തിൽ പോലും ദേശീയ തലത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ കെ.വി. തോമസ്, പി.സി. ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു പട്ടിക തന്നെ നമ്മുടെ കൈവശമുണ്ട്. അതുമുതൽ ഏറ്റവും ജൂനിയറായ അങ്ങയുടെ പുത്രൻ അനിൽ ആന്റണി, സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അനിൽ ആന്റണി മീഡിയ സെല്ലിൻ്റെ മേധാവിയൊക്കെ ആയിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത്. ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ ഏറ്റവും ജൂനിയറായ നേതാക്കൾ വരെ കോൺഗ്രസ് വിട്ടു പോകുന്നു, മറ്റ് മുന്നണികളിലേക്ക് ചേരുന്നു. പക്ഷേ അതിൽ പലർക്കും BJP-യിലേക്ക് ഒരു വലിയൊരു ആകർഷണം ഈ യൂത്തിൻ്റെ നിരയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇവരെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നത്? 2014-ലും 2019-ലും ഇത് ശരിയാണ്. വൺ വേ ട്രാഫിക് ആയിരുന്നു. ആളുകൾ BJP-യിലേക്ക് പോവുകയായിരുന്നു. 2024 കാണുന്നത് അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. BJP-യിൽ നിന്ന് ഇങ്ങോട്ടും ഒഴുക്കുണ്ട്. 2024-ലെ പ്രത്യേകത അതാണ്. വൺ വേ ട്രാഫിക് അല്ല, 2 വേ ട്രാഫിക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അവിടെ തന്നെ നല്ല ഭദ്രമല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ആൾക്കാരുടെ കുറുമാറ്റത്തിന് അനുഭവമല്ല കേട്ടോ. പക്ഷേ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. അങ്ങ് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു സമ്മർദ്ദം അങ്ങേക്കുള്ളത് കൊണ്ടാണ് അനിൽ ആന്റണിയെ പിന്തുണയ്ക്കാൻ തയ്യാറാകാത്തതും വിമർശിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാണ് പറയുന്നത്. സത്യത്തിലൊരു സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദമില്ല. ഞാൻ KSU പ്രവർത്തകനായാലും മുതൽ എൻ്റെ സ്റ്റാൻഡ് കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. കുടുംബകാര്യങ്ങൾ വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയത്തിൽ തനി കറതീരുന്ന കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല. പക്ഷേ ഞാൻ കോൺഗ്രസ് ആദർശങ്ങൾ വിശ്വസിക്കുന്നു. മക്കൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ, ഇഷ്ടമുള്ള ആദർശത്തിൽ വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആദ്യം മുതലേ കൊടുത്തിരുന്നു. വിശ്വാസ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എൻ്റെ വീട്ടിൽ ആരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാറില്ല. അത് ആദ്യകാലം എൻ്റെ പിതാവിൻ്റെ കാലമുള്ള സ്ഥിതി ഇതാണ്. ഇപ്പോൾ അനിൽ ആന്റണിക്ക് കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ ചുമതല കൊടുത്തതുപോലും അതെങ്ങനെയായിരുന്നു? എനിക്കറിയില്ല, എനിക്കിത് പങ്കില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂരിനോട് കൊടുത്തതാണ്. അതറിഞ്ഞപ്പോൾ അങ്ങേക്ക് അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? ഇനി അത് റണ്ണിങ് കമ്മിറ്റിക്കാരില്ല, ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഞാനിപ്പോൾ കോൺഗ്രസ്, അനിൽ ആന്റണി BJP ചർച്ചയില്ല. BJP, കോൺഗ്രസും CPM-ഉം ഒക്കെ ആ ഒരു വിഷയം ഇപ്പോഴും ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര തന്നെ അങ്ങ് വീഴ്ച മാറിയാൽ പോലും ഞാൻ ജീവിതത്തിൽ അതിൽ നിന്നൊക്കെ പിന്മാറാൻ എത്രത്തോളം സാധിക്കുമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങൾ കടന്നുപോയതാണ്. 67 മുതൽ ഞാൻ പൊതുരംഗത്തുണ്ട്. വിവാദങ്ങൾ കൂടി തന്നെ കടന്നു പോന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു താൽക്കാലികമാണ്. എനിക്ക് നിലപാടുകളുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഞാൻ ജീവിതത്തിലുടനീളം അതിനോട് കൂറ് പുലർത്തിയിട്ടുണ്ട്, ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും. പത്മജ വേണുഗോപാൽ അതിനുശേഷം എപ്പോഴെങ്കിലും അങ്ങയെ വിളിക്കുകയോ? ഇറ്റ്സ് എ ട്രാജഡി. അതിനപ്പുറത്ത് കമൻ്റ് ഇല്ല. ഈ അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലുമായി ആ സമയത്തൊരു സാഹചര്യവുമായി ഇപ്പോൾ അങ്ങ് പൊരുത്തപ്പെട്ടു? ഒരു മാസം കഴിഞ്ഞ് പൊരുത്തപ്പെട്ടു. കാരണം ഇപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടു. അവൻ BJP, ഞാൻ കോൺഗ്രസ്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, വീട്ടിൽ വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണ്ട കേട്ടോ. വീട്ടിൽ രാഷ്ട്രീയമില്ല. നിങ്ങൾ അന്വേഷിച്ച് പോയി. KSUവിൻ്റെ ചേർന്ന് അന്ന് മുതൽ നിലപാടാണ്. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. സാധാരണ നേതാക്കന്മാരുടെ വീട്ടിലെ അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകൾ 2 പാർട്ടിക്കാരായിരുന്നാൽ അതൊരു സാധാരണ നേതാവിൻ്റെത് പോലല്ല. AK ആന്റണി എന്ന നേതാവിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ K കരുണാകരൻ എന്ന നേതാവിൻ്റെ വീട്ടിലും ഈ ഒരു അവസ്ഥ വരുമ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നും. ഇപ്പോഴല്ലേ ഉണ്ടായത്. എൻ്റെ കുടുംബചരിത്രം അതല്ല, രാഷ്ട്രീയം വേറെ, കുടുംബം വേറെ. അങ്ങനെ ഒരു കൗതുകം ഉള്ളത് കൊണ്ടാണ് വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കുടുംബചരിത്രം തന്നെ അതാണ്. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ.